ഡൽഹി ജംഗ്പുരയിലെ മദ്രാസി ക്യാമ്പ് ഒഴിപ്പിച്ചതിനു പിന്നാലെ 100-ലധികം കുടുംബങ്ങൾ ഇപ്പോഴും തെരുവുകളിലാണ്. 350 കുടുംബങ്ങളിൽ ഫ്ളാറ്റ് കിട്ടിയത് 189 കുടുംബങ്ങൾക്ക് മാത്രമാണ്. പുനരധിവാസം നൽകിയത് നിലവിലെ താമസ സ്ഥലത്ത് നിന്ന് 50 കിലോമീറ്റർ അകലെ. ഫ്ളാറ്റ് വാസയോഗ്യമല്ലെന്ന് കുടുംബങ്ങൾ ആരോപിക്കുന്നു. ഫ്ളാറ്റ് ലഭിച്ചവരും ദുരിതത്തിലാണ്. ഡൽഹിയിലെ മിനി തമിഴ്നാടെന്നാൽ അത് ജംഗ്പുരയിലെ മദ്രാസി ക്യാമ്പാണ്. പതിറ്റാണ്ടുകൾക്ക് മുൻപേ തമിഴ്നാട്ടിൽ നിന്നും കുടിയേറി ഡൽഹിയിലെത്തിയവർ. എന്നാൽ ഇന്ന് അവിടെ അങ്ങനെയൊരു മദ്രാസി ക്യാമ്പില്ല. ഭൂമി കയ്യേറ്റം ആരോപിച്ച് മദ്രാസി ക്യാമ്പ് ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി. പുനരധിവാസം ലഭിക്കാത്ത 100-ലധികം കുടുംബങ്ങൾ വഴിയാധാരമായി. തകർന്നു കിടക്കുന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ തകരാതെ ബാക്കി വെച്ചത് കൈക്കുള്ളിലെടുത്ത് മടങ്ങുന്നവർ. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് സ്ഥലം ഒഴിയണമെന്നറിയിച്ച PWD നോട്ടീസ് നൽകുന്നത്. നിയമ പോരാട്ടത്തിനൊടുവിൽ പുനരധിവാസം ഉറപ്പാക്കി മദ്രാസ് ക്യാമ്പിലെ ആളുകളെ മാറ്റാൻ ഡൽഹി ഹൈക്കോടതി നിർദ്ദേശിച്ചു. 350 കുടുംബങ്ങളിൽ 189 പേർക്ക് മാത്രം നരേലിയിൽ ഫ്ലാറ്റ് നൽകി. ബാക്കിയുള്ളവർ തെരുവിൽ. കൈവശാവകാശ രേഖകൾ എല്ലാം ഉണ്ടായിട്ടും 2014 മുതൽ വോട്ട് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് പലർക്കും ഫ്ളാറ്റ് നിഷേധിച്ചതായി പ്രദേശവാസികൾ പറയുന്നു. 370 சிறப்பு பேர் 184 மட்டும் தான் கிடைச்சது, மீதி கிடைக்கல. அது சில பாலிடிக்ஸ் காரணம். எங்களுக்கு ஓட்டு போடல, உங்களுக்கு ஓட்டு போடல அப்படின்னு எங்க பேரை வெட்டிட்டாங்க. சில பேர் பேரை எடுத்துட்டாங்க. அதனால ஸ்பெல்லிங் மிஸ்டேக், அதனால உனக்கு ஓட்டு கிடையாது அப்படின்னு வேணுமனே இதுல எழுதி கொடுத்தவங்க வேணுமனே நிறைய பேர் பாலிடிக்ஸ் எல்லாம் வெட்டிட்டாங்க. அதனால நிறைய பேர் கிடைக்கல. പുനരധിവാസത്തിന്റെ ഭാഗമായി ലഭിച്ച ഫ്ളാറ്റ് 50 കിലോമീറ്ററുകൾക്ക് അപ്പുറം. കുട്ടികളുടെ വിദ്യാഭ്യാസം പ്രതിസന്ധിയിലാകും. പണി പൂർത്തിയാകാത്ത ഫ്ളാറ്റുകളാണ് നൽകിയതെന്നും പ്രദേശവാസികൾ. வீடு கொடுத்துருக்காங்க, தூரமா கொடுத்துருக்காங்க, 50 கிலோமீட்டர் தூரத்தில் கொடுத்துருக்காங்க. இப்போ எங்க வேலை செய்யறது? பசங்களுக்கு ஸ்கூல் படிப்பு இல்ல, தண்ணி வசதி இல்ல. இங்கதான் உட்காந்துட்டு இருக்கிறோம், நைட்ல இருந்து எங்கேயுமே போகாது. ये सरकार आया है बीजेपी, सबको झुग्गीवासी को पूर्ण सारे हटा दे, लेकिन हटा दो कोई बात नहीं, हमारे लिए कोई सुविधा करो. हमारे लिए इतने साल से रह रहे हैं, कुछ ना कुछ तो पुनर्वासी को सही जगह दे के उसको बिठा दो, उसके बाद तोड़ो. വീട് നഷ്ടപ്പെട്ടവർ തമിഴ്നാട്ടിലേക്ക് മടങ്ങിച്ചെന്നാൽ എല്ലാ സഹായവും നൽകുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സംഭവത്തിന് പിന്നാലെ അറിയിച്ചു. വർഷങ്ങൾ കൊണ്ട് കെട്ടിയെടുത്ത സ്വപ്നങ്ങളാണ് ഇവിടെ ഈ തകർന്നു കിടക്കുന്നത്. എന്ത് ചെയ്യണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ അറിയാതെ നിൽക്കുന്ന 100-ലധികം പേർ. ബുൾഡോസറുകൾ കൊണ്ട് തകർത്തത് കേവലം കുടിലുകൾ മാത്രമല്ല, ഇവിടെ കഴിഞ്ഞവരുടെ ജീവിതങ്ങൾ കൂടിയാണ്. ഡൽഹിയിലെ മദ്രാസി ക്യാമ്പിൽ നിന്നും മോഹൻകുമാറിനോടൊപ്പം R. അച്യുതൻ, 24 ഡൽഹി.